ഞങ്ങൾ സഹകരണ വകുപ്പിൻ്റെ കീഴിൽ 15 കോടി രൂപ മുടക്കി കോട്ടയത്ത് ഒരു അക്ഷര മ്യൂസിയം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അക്ഷര മ്യൂസിയം കൊണ്ടുള്ള ഗുണം എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ 2 കാലിൽ നടക്കാൻ തുടങ്ങിയ ഘട്ടം തൊട്ട് ആംഗ്യഭാഷയായിരുന്നു ആദ്യം. അതിനുശേഷം വാമൊഴി വന്നു. ആ വാമൊഴി വന്നതിൽ നിന്ന് അക്ഷരങ്ങൾ രൂപാന്തരപ്പെടുന്നു. ആ അക്ഷരങ്ങൾ വാക്കുകളായി, വാക്കുകൾ വാചകങ്ങളായി, വാചകങ്ങൾ ആശയങ്ങളായി, ആ ആശയങ്ങൾ വ്യത്യസ്ത തലങ്ങളിൽ വരുന്നു. ഇങ്ങനെ ഭാഷയുടെ ഉൽപ്പത്തി, അതിൻ്റെ പരിണാമം പൂർണ്ണമായി ഒരു ചരിത്ര വിദ്യാർത്ഥിക്കോ ഏത് ഗവേഷക വിദ്യാർത്ഥിക്കോ അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ലാത്തവനോ മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു 1.5-2 മണിക്കൂർ എടുത്താൽ അവിടെ പോയി അത് കാണാം. എപ്പോഴെങ്കിലും നിങ്ങളത് കാണാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും. അത് ഞങ്ങൾ നമ്മുടെ പ്രശസ്തരായിട്ടുള്ള പഴയ നമ്മുടെ രാഘവാര്യരെപ്പോലുള്ള പണ്ഡിതന്മാരെയൊക്കെ കൂട്ടിച്ചേർത്താണ് അക്ഷര മ്യൂസിയം ഉണ്ടാക്കിയത്. മുഖ്യമന്ത്രിയാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. ധാരാളം സ്കൂൾ കുട്ടികൾ ഇപ്പോൾ അത് കാണാൻ വരുന്നുണ്ട്. ഒരു സഹകരണ വകുപ്പിൻ്റെ കീഴിൽ ഞാൻ ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടാക്കിയത് പോയി കാണാം. മനോഹരമായി.